നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. RSS പ്രവർത്തകനായ തൊഴിയൂർ സുനിലിനെ കൊലപ്പെടുത്തിയ കേസിൽ 9ാം പ്രതി അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശി കൊടുങ്ങൂക്കാരൻ വീട്ടിൽ നവാസാണ് പിടിയിലായത്. ഗൾഫിലായിരുന്ന ഇയാൾ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത്. ഇതോടെ കേസിലെ 9 പ്രതികളിൽ 7 പേരും അറസ്റ്റിലായി. കൊലപാതകത്തിന്റെ സൂത്രധാരനായ സെയ്തലവി വിദേശത്ത് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ മതിലകത്ത് ഒരു കൊലപാതക കേസിലും നവാസ് പ്രതിയായിരുന്നു. മതിയായ തെളിവില്ലാത്തതിനാൽ വെറുതെ വിടുകയായിരുന്നു. തൊഴിയൂർ സുനിൽ വധത്തിനു ശേഷം വിദേശത്തായിരുന്നു നവാസ്. 1994 ഡിസംബർ 4-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. തൊഴിയൂരിലെ RSS കാര്യവാഹകായ സുനിലിനെയും കുടുംബാംഗങ്ങളെയും അർദ്ധരാത്രി ഒരു സംഘം വന്ന് അതിദാരുണമായി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി വെട്ടേറ്റ സുനിലിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. സഹോദരൻ സുബ്രഹ്മണ്യന്റെ ഇടതുകൈ വെട്ടേറ്റ് അറ്റുപോയി. ഇത് പിന്നീട് തുന്നിച്ചേർക്കുകയായിരുന്നു. സുനിലിന്റെ അച്ഛൻ, അമ്മ, പെങ്ങൾ തുടങ്ങി എല്ലാവർക്കും വെട്ടേറ്റിരുന്നു. കേസിലാദ്യം CPM പ്രവർത്തകർ ഉൾപ്പെടെ 9 പേരെ ഗുരുവായൂർ പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ 4 പേരെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഹൈക്കോടതി ഇവരുടെ ശിക്ഷ റദ്ദാക്കി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. TP സെൻകുമാർ ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന കാലത്താണ് ജംഇയ്യത്തുൽ ഇഹ്സാനിയയിലേക്ക് അന്വേഷണം എത്തിയത്. ജംഇയ്യത്തുൽ ഇഹ്സാനിയയുടെ സജീവ പ്രവർത്തകരാണ് പിടിയിലായിട്ടുള്ളവർ. വിദേശത്തായിരുന്ന നവാസിന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ അനുവദിച്ച് പാസ്പോർട്ട് റദ്ദാക്കി. ഇതേ തുടർന്ന് ഗൾഫിൽ നിന്നും നേപ്പാളിലെത്തി റോഡ് മാർഗം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ലുക്കൌട്ട് സർക്കുലർ ഉള്ളതിനാൽ അതിർത്തിയിൽ പാസ്പോർട്ട് പരിശോധനയ്ക്കിടെ ഇയാൾ പിടിയിലായി. വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെത്തിയ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ റിയാസ് രാജയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ക്രൈംബ്രാഞ്ച് DYSP PM മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം തൊഴിയൂരിലെ സുനിലിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. DYSPയെ കൂടാതെ SI മാരായ തോംസൺ, പ്രേമൻ, ജയപാലൻ എന്നിവരും തെളിവെടുപ്പ് സംഘത്തിൽ ഉണ്ടായിരുന്നു. സംഭവത്തിലെ മുഖ്യപ്രതിയെ കഴിഞ്ഞ ജൂലൈ 20-ന് പിടികൂടിയിരുന്നു. വാടാനപ്പള്ളി അഞ്ചങ്ങാടി പുയ്യുവീട്ടിൽ ഷാജുദ്ദീനാണ് പിടിയിലായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇയാൾ പിടിയിലായത്. 9 കുറ്റാരോപിതരിൽ 1ാം പ്രതി സെയ്തലവി അൻവരിയെ ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. ചേകന്നൂർ മൗലവി തിരോധാന കേസിൽ മുഖ്യപ്രതിയാണ് ഈ കേസിലെ 1ാം പ്രതി കൂടിയായ സെയ്തലവി അൻവരി. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്ക്. പാലപ്പെട്ടി അൽഫസ ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് ആക്രമിച്ചതെന്ന് ഹനീഫ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 7:30-യോടെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണമുണ്ടായത്. സംഘർഷ സമയത്ത് 2 ആംബുലൻസുകളിലും രോഗികൾ ഉണ്ടായിരുന്നതായി പറയുന്നു. പരിക്കേറ്റ ഹനീഫയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുന്നംകുളത്തെ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്നു നടന്ന പ്രതിഷേധ യോഗം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സ്മിത മുരളി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ, സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ സെക്രട്ടറിമാരായ മിനി മോൺസി, ലീല ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. രീതിയിലാണ് ഈ കുന്നംകുളം പോലീസ് ആ പയ്യനോട് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾക്കറിയാം, ദൃശ്യമാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഓരോ അമ്മമാരും കണ്ട് അത് നെഞ്ചിൽ നമുക്കൊരു വേദനയായി നിലനിൽക്കുന്ന സമയമാണ്. CCTV ഇല്ലാത്ത സ്ഥലത്ത് പോലും കൊണ്ടുപോയി അവന്റെ മുണ്ടും ഷർട്ടും അഴിച്ച് അവനെ ചാടാൻ പറഞ്ഞ് കാലിന്റെ അടിയിൽ അടിക്കുകയും ചാടിപ്പിക്കുകയൊക്കെ ചെയ്ത് മൃഗീയമായി അവനെ നടക്കാൻ പോലും പറ്റാത്ത തരത്തിലാക്കിയിരിക്കുന്നു.
ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബേറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ച് മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബേർ നിർവഹിച്ചു. തുടർന്ന് സൽക്കാര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ബഷീർ ഒറ്റകത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസീസ്, SMC ചെയർമാൻ അജിത് താഴത്ത്, MPTA പ്രസിഡന്റ് ഫൗസിയ, വികസന സമിതി കൺവീനർ ഇബ്രാഹിം മാസ്റ്റർ, അംഗങ്ങളായ ഖാലിദ് മംഗലത്തേൽ, പ്രസാദ് ചക്കാലക്കൽ, ജസീറ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് സരസ്വതി ടീച്ചർ സ്വാഗതവും ജയകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ചവനൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട്, കടപ്പുറം, ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന പ്രതിഷേധ സദസ്സ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്, ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, K നവാസ്, KH ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ സെപ്റ്റംബർ 17 മുതൽ 21 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 10-ന് യൂണിയൻ ഹാളിൽ ആരംഭിക്കുന്ന ചടങ്ങ് യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടറി PS സജീവൻ അധ്യക്ഷത വഹിക്കും. ശിവഗിരി മഠം ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്യും. യോഗം കൗൺസിലർ PK പ്രസന്നൻ, യൂണിയൻ സെക്രട്ടറി PA സജീവൻ എന്നിവരാണ് തുടർന്നുള്ള ദിവസങ്ങളിലെ ഉദ്ഘാടകർ. വിദ്യാഭ്യാസം, ശുചിത്വം, ഭക്തി, സംഘടന, കൃഷി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഓരോ ദിവസത്തെയും പ്രഭാഷണങ്ങൾ. ഞായറാഴ്ച രാവിലെ 10-ന് മഹാസമാധി ദിനത്തിൽ നടക്കുന്ന സമാദരണ സദസ്സ് യോഗം കൗൺസിലർ ബേബി റാം ഉദ്ഘാടനം ചെയ്യും. ശുഭ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. സുന്ദർ ശ്രീപതി സമാധിദിന സന്ദേശം നൽകും. വൈകിട്ട് 3:30-ന് നഗരം ചുറ്റിയുള്ള ശാന്തിയാത്രയും നടക്കും. യൂണിയൻ പ്രസിഡന്റ് PA പ്രേമാനന്ദൻ, സെക്രട്ടറി PA സജീവൻ, MA ചന്ദ്രൻ, PV സുനിൽകുമാർ, കാഞ്ഞിരപ്പറമ്പിൽ രവീന്ദ്രൻ, KK രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ പോലീസിന്റെ നരനായാട്ടിനെതിരെയും മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയും ഗുരുവായൂർ പൂക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ട് പരിസരത്തു നടന്ന സദസ്സ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MF ജോയ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ, നഗരസഭാ കൗൺസിലർമാരായ KPA റഷീദ്, ജീഷ്മ സുജിത്, INTUC റീജിയണൽ പ്രസിഡന്റ് വിമൽ, മറ്റു നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ നടത്തുന്ന അധിനിവേശങ്ങൾക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു. ചാവക്കാട് MR സ്കൂൾ പരിസരത്തു നിന്നാരംഭിച്ച സാമ്രാജ്യത്വ വിരുദ്ധ റാലി നഗരം ചുറ്റി കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TT ശിവദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, ഷൈനി ഷാജി, TV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK രാജേശ്വരൻ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KK ജ്യോതിരാജ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി സുരക്ഷിത ഭക്ഷണം ആശയത്തിന്റെ ഭാഗമായുള്ള കൃഷിക്ക് തുടക്കമായി. തിരുവത്ര മുട്ടിലിൽ സംഘടിപ്പിച്ച സംയോജിത കൃഷിയുടെ ഭാഗമായുള്ള തൈനടിയിൽ ഉദ്ഘാടനം CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TM അഞ്ഞൂർ കത്തോലിക്ക പള്ളിയുടെ കീഴിൽ വരുന്ന വാഴപ്പള്ളി തറവാട് സംഗമം ചേർന്നു. പാലയൂർ ഫൊറോനയിൽപ്പെട്ട വാഴപ്പള്ളി കുടുംബാംഗങ്ങളുടെ ഫൊറോന തല മഹാസംഗമം ആർത്താറ്റ് ഹോളിക്രോസ് കത്തോലിക്ക ദേവാലയ അങ്കണത്തിൽ ഡിസംബർ ആദ്യവാരത്തിൽ ചേരുന്നതിന്റെ മുന്നോടിയായാണ് ഫൊറോനയിലെ മുഴുവൻ ഇടവകയിലും കമ്മിറ്റികൾ നിലവിൽ രൂപീകരിച്ചിട്ടുള്ളത്. അഞ്ഞൂർ കത്തോലിക്ക പള്ളിയിൽ ഇടവക സംഗമം
വാഴപ്പള്ളി ദേവസി ജേക്കബിന്റെ വീട്ടിൽ നടന്ന യോഗം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാഴപ്പള്ളി തറവാട് ഫൊറോന തല പ്രസിഡന്റ് VD ജോഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപതയുടെ കത്തോലിക്ക പത്രത്തിന്റെ ഡയറക്ടർ ഫാദർ ബിൽജു വാഴപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഫൊറോന സെക്രട്ടറി തോബിയാസ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമരംഗത്തെ സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമിതി യോഗവും തൃശൂർ ജില്ലാ ഐഡന്റിറ്റി കാർഡുകൾ വിതരണവും നടത്തി. തൃശൂർ CMS സ്കൂളിൽ വെച്ചു ചേർന്ന യൂണിയന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ വെച്ച് ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. KMPU സംസ്ഥാന സമിതി അംഗവും ജില്ലാ പ്രസിഡന്റുമായ മത്തായി കേരളം അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് തിരുവനന്തപുരം, വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി എന്നിവർ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. തൃശൂർ ജില്ലയിൽ നിന്ന് പുതിയ അംഗത്വമെടുത്ത മാധ്യമപ്രവർത്തകർക്കുള്ള ID കാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാന സമിതി അംഗങ്ങളായ മനു എറണാകുളം, പ്രദീപ് ചെറുവാശ്ശേരി, തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിഹരൻ, ജില്ലാ കോർഡിനേറ്റർ രംഗനാഥൻ, രക്ഷാധികാരി KO ഡേവിസ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,260 രൂപ, പവന് 82,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 136 രൂപ. ചരമം: കേച്ചേരി പെരുമണ്ണ് എടക്കളത്തൂർ പരേതനായ തോമസ് ഭാര്യ കുഞ്ഞിത്തി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് എരനല്ലൂർ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.